വർഷം 2003. കർണാടകയിലെ ധർമ്മസല എന്ന പ്രദേശം. അവിടെ അടുത്ത് നേത്രാവതി പുഴ. അതിന് കുറുകെയുള്ള ധർമ്മസല പാലം. ആ പാലത്തിൽ നിന്നും ഒരു യുവതി നേത്രാവതി പുഴയിലേക്ക് വീണു. ഇത് ശ്രദ്ധയിൽപ്പെട്ട വഞ്ചിക്കാർ അവളെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചു. ജീവിതത്തിലേക്ക് തിരികെ എത്തിയ യുവതി ഡോക്ടറോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഞാൻ നേത്രാവതി പുഴയിലേക്ക് ചാടിയതല്ല, എന്നെ എന്റെ കാമുകൻ ആ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. ഇത് കേട്ട് ഞെട്ടിയ ഡോക്ടർ യുവതിയോട് ചോദിച്ചു, ആരാണ് നിങ്ങളുടെ കാമുകൻ എന്ന്. മോഹൻകുമാർ. അയാൾ ഒരു അധ്യാപകനാണ്. എന്നെ കൊല്ലാനാണ് അയാൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതെന്നും ആ സ്ത്രീ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പോലീസിനെ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തി. മോഹൻകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് അയാൾ ജയിൽ മോചിതനായി. അതിനുശേഷം ഇന്ത്യ കണ്ടത് ഏറ്റവും വലിയ സീരിയൽ കില്ലർമാരിൽ ഒരാളെയായിരുന്നു, സയനൈഡ് മോഹനൻ. മോഹൻകുമാർ ജനിച്ചത് 1963 ഏപ്രിൽ 6-നാണ്. ഇയാൾ കേരള കർണാടക അതിർത്തിയായ കന്യായാന എന്ന ഗ്രാമത്തിലാണ്. പഠിക്കാൻ മിടുക്കനായ മോഹൻകുമാർ BA വിദ്യാഭ്യാസം പൂർത്തിയാക്കി സർക്കാർ സർവീസിൽ അധ്യാപകനായി ജോലി നേടി. ജോലിക്കെത്തിയ ആദ്യ ദിവസം തന്നെ ആ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയിൽ ഇയാളുടെ കണ്ണു പതിഞ്ഞു. ഈ പെൺകുട്ടിയെ പ്രണയത്തിലാക്കിയ മോഹൻകുമാർ ആ പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായ അതേ ദിവസം വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ വിവാഹം നടത്തുന്നതിന് മുമ്പ് മോഹൻകുമാർ ഈ പെൺകുട്ടിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. വിവാഹത്തിന് ശേഷം ക്രിസ്തീയ മതവിഭാഗത്തിലേക്ക് മാറാമെന്നായിരുന്നു. പക്ഷേ ആ ഉറപ്പ് മോഹൻകുമാർ പാലിച്ചില്ല. ആ ബന്ധം വഷളായി. പിന്നീട് രണ്ടുപേരും ബന്ധം വേർപിരിഞ്ഞു. പിന്നീട് കുറെ കാലം ഒറ്റയ്ക്ക് ജീവിച്ച മോഹൻകുമാർ തന്റെ സ്വന്തം സമുദായത്തിൽ നിന്നും ഒരു യുവതിയെ വിവാഹം ചെയ്തു. ഉപ്പള സ്വദേശിയായിരുന്നു ആ യുവതി. ആ ബന്ധത്തിൽ അയാൾക്ക് 2 ആൺകുട്ടികൾ ജനിച്ചു. അതിനിടയിൽ ദർലക്കട്ടയിലുള്ള ഒരു ശ്രീദേവിയെ ഇയാൾ പരിചയപ്പെടുന്നു. താൻ വിവാഹിതനാണെന്നും 2 കുട്ടികളുടെ പിതാവാണെന്നുമുള്ള സത്യം അയാൾ ആ പെൺകുട്ടിയിൽ നിന്ന് മറച്ചുവെച്ച് വിവാഹം കഴിച്ചു. അതിൽ അയാൾക്ക് ഒരു ആൺകുട്ടിയും പിന്നീട് ഒരു പെൺകുട്ടിയും ജനിച്ചു. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. 2000 എത്തി. 2000-ൽ ഒരു ബസ്സിൽ വെച്ച് രത്ന എന്ന യുവതിയെ മോഹൻകുമാർ പരിചയപ്പെടുന്നു. രത്ന ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. അവരോട് താൻ ഒരു അധ്യാപകനാണെന്നും സർക്കാർ സർവീസിലാണെന്നും താൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നും ആ പെൺകുട്ടിയെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. അതോടുകൂടി അവർക്കിടയിൽ പ്രണയബന്ധം ആരംഭിക്കുന്നു. ആ പ്രണയബന്ധത്തിൽ അവർക്കിടയിൽ ശാരീരിക ബന്ധം ഉണ്ടാകുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെ വിവാഹം ചെയ്യണമെന്ന് മോഹൻകുമാറിനോട് പെൺകുട്ടി നിർബന്ധിക്കുകയും ചെയ്തു. ശല്യം കൂടുതലായപ്പോൾ മോഹൻകുമാർ 2003-ൽ ധർമ്മസലയിൽ പോയിരുന്നു സംസാരിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു. നേത്രാവതി പുഴയുടെ അടുത്ത് സംസാരിച്ചു നിൽക്കുമ്പോൾ മോഹൻകുമാർ പെട്ടെന്ന് രത്നയെ പിറകിൽ നിന്ന് പൊക്കി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. അയാളുടെ പ്രതീക്ഷ രത്ന ഒഴുകിപ്പോകുമെന്നും തെളിവുകളൊന്നുമില്ലാതെ തനിക്ക് രക്ഷപ്പെടാമെന്നുമായിരുന്നു. പക്ഷെ വഞ്ചിക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ട രത്നയെ അങ്ങനെ അവർ ആശുപത്രിയിൽ എത്തിച്ചു. രത്ന ഡോക്ടർക്ക് കൊടുത്ത മൊഴിയിലാണ് മോഹൻകുമാർ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. അവിടെ വെച്ച് മോഹൻകുമാർ ഒരു സ്വർണ്ണപ്പണിക്കാരനെ പരിചയപ്പെടുന്നു. സയനൈഡ് അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിന്റെ പേരിൽ നാട്ടുകാർ കൊടുത്ത പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സയനൈഡ് ഇത്രയും വലിയ മാരക വിഷമാണെന്ന വസ്തുത മോഹൻകുമാർ ഇയാളിൽ നിന്നും മനസ്സിലാക്കുന്നു. അധികം വൈകാതെ ജയിലിൽ നിന്നും റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുകയും സയനൈഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മോഹൻകുമാർ അബ്ദുൽ സലാം എന്ന കെമിക്കൽ വ്യാപാരിയുടെ അടുത്ത് എത്തി. അയാളിൽ നിന്നും പൊട്ടാസ്യം സയനൈഡ് വാങ്ങി സൂക്ഷിച്ചു. ഇതിനിടയിൽ ഇയാൾ 2 ഭാര്യമാരുടെ അടുത്തും എത്തുന്നുണ്ട്. വിവാഹം കഴിക്കാത്ത സ്ത്രീകളെ അയാൾ ലക്ഷ്യമിട്ടു. ഈ പരിചയപ്പെടുന്ന സ്ത്രീകളോടെല്ലാം ഇയാൾ താൻ വിവാഹിതനല്ലെന്നും തനിക്ക് സർക്കാർ ജോലിയുണ്ടെന്നും പറഞ്ഞാണ് തന്റെ പരിധിയിലാക്കുന്നത്. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് സ്ത്രീകളോട് പറയുന്ന ഇയാൾ വിവാഹം കഴിക്കാൻ തന്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന കാര്യം കൂടെ യുവതികളോട് പറയുന്നു. എങ്കിൽ എന്ത് ചെയ്യാമെന്ന യുവതികളുടെ ചോദ്യത്തിന് ഓരോ തവണയും ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കാമെന്ന് ഇയാൾ സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അയാളുടെ കീഴിൽ വീടെടുക്കുകയും ചെയ്യുന്നു.
ഇത് വിശ്വാസത്തിലെടുക്കുന്ന യുവതികൾ ഇയാൾക്കൊപ്പം ഇറങ്ങിത്തിരിക്കും. ഇവരെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വിവാഹം കഴിക്കും. തുടർന്ന് പ്രധാനപ്പെട്ട ഏതെങ്കിലും ബസ് സ്റ്റാൻഡിന്റെ സമീപം റൂമെടുക്കും. അവിടെ വെച്ച് ഇവർ ആദ്യ രാത്രി ആഘോഷിക്കും. അതിന്റെ തൊട്ടടുത്ത ദിവസം താമസ സ്ഥലം തേടി പോകാമെന്ന് പറഞ്ഞ് യുവതിയുമായി ഇറങ്ങിത്തിരിക്കും. ഈ സമയം നമ്മുടെ ജീവിതം സെറ്റിലായതിനു ശേഷം മാത്രം മതി നമുക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ് ഇയാൾ യുവതികളെ വിശ്വസിപ്പിക്കുകയും ശേഷം ഗർഭനിരോധന ഗുളിക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുളിക ഇവർക്ക് നൽകുകയും കുടിക്കാനുള്ള വെള്ളം ഇയാൾ നൽകുകയും ചെയ്യും. ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ടോയ്ലറ്റിൽ പോയി കഴിക്കാനുള്ള നിർദ്ദേശവും ഇയാൾ യുവതിക്ക് നൽകും. എന്തുകൊണ്ട് ടോയ്ലറ്റിൽ പോയി കഴിക്കണമെന്ന യുവതികളുടെ ചോദ്യത്തിന് ഈ ടാബ്ലറ്റ് കഴിച്ചാൽ ചെറിയ അസ്വസ്ഥത ഉണ്ടാകുമെന്നും അതുകൊണ്ട് ടോയ്ലറ്റിൽ ഇരുന്ന് കഴിക്കുന്നതാണ് നല്ലതെന്നും മോഹൻകുമാർ പറഞ്ഞു വിശ്വസിപ്പിക്കും. അതിനുള്ളിൽ തന്നെ ഇയാൾ യുവതികളുടെ പൂർണ്ണ വിശ്വാസം ഇയാൾ നേടിയിരിക്കും. അങ്ങനെ ഈ യുവതികൾ ടോയ്ലറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ബാഗും അതിനുള്ള സ്വർണ്ണാഭരണങ്ങളും ഇയാൾ ഊരി വാങ്ങും. മോഷണം നടക്കുന്ന സ്ഥലമായതിനാൽ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് ടോയ്ലറ്റിലേക്ക് പോകണ്ട എന്നൊരു നിർദ്ദേശവും ഇയാൾ നൽകും. ഒന്നുകിൽ ഇയാൾ കൊടുക്കുന്ന ഗുളികയിൽ പൊട്ടാസ്യം സയനൈഡ് കലക്കും, അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ഇയാൾ പൊട്ടാസ്യം സയനൈഡ് കലക്കും. ഇവർ ടോയ്ലറ്റിൽ പോയതിന് പിന്നീട് അവർ അവിടെ കിടന്ന് പിടഞ്ഞു മരിക്കുകയും ചെയ്യും. ഇതിനിടയിൽ മോഹൻകുമാർ സ്ഥലം വിടുകയും ചെയ്യും. ഇതിനിടയിൽ സ്ഥലം വിടുന്ന മോഹൻകുമാർ തന്റെ ഭാര്യമാരിൽ ഏതെങ്കിലും ഒരാളുടെ വീട്ടിലെത്തും. ഈ യുവതികളിൽ നിന്ന് കിട്ടുന്ന സ്വർണവും പണവും പൂർണ്ണമായി ചെലവഴിക്കുന്നതുവരെ അയാൾ അവിടെ തുടരും. ഓരോ തവണയും ഇയാൾ യുവതികളുടെ ഫോണും കൈക്കലാക്കുന്ന ഫോണിൽ നിന്നാണ് അയാൾ മറ്റു യുവതികളെയും പരിചയപ്പെടുന്നത്. 2004 അയാൾ ഒരു യുവതിയെ കൊലപ്പെടുത്തി. 2005 അയാൾ 3 യുവതികളെ കൊലപ്പെടുത്തി. 2006 4 യുവതികളെയാണ് ഈ മോഹൻകുമാർ കൊലപ്പെടുത്തിയത്. 2007 3 പേരെ, 2008 2 പേരെയും കൊലപ്പെടുത്തി. ഒടുവിൽ ഇയാൾ പിടിയിലാകുന്ന 2009 മാത്രം 9 യുവതികളെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. 2009 ജൂൺ മാസം 16-ാം തീയതി ദക്ഷിണ കന്നഡയിലെ അനിതാമുല്ല എന്ന് പറയുന്ന യുവതിയെ കാണാതാവുന്നു. അനിതാമുല്ല എന്ന് പറയുന്ന യുവതി ഒരു വിദ്യാർത്ഥിനിയാണ്. അനിത മുല്ലയെ കാണാതാവുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം അവിടെ രൂപപ്പെടുന്നു. ഹർത്താലും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും അരങ്ങേറി. 2 സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് ഈ പ്രശ്നങ്ങൾ എത്തിയതോടുകൂടി കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. വളരെ കാര്യമായ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്നു ആ ടീമിലുണ്ടായിരുന്നത്. ASP ചന്ദ്രഗുപ്തനായിരുന്നു ഈ ടീമിനെ ലീഡ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം അനിത മുല്ല എന്ന സ്ത്രീക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. അനിത മുല്ലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രണയമൊന്നുമില്ലായിരുന്നുവെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും മൊഴി കൊടുത്തു. പിന്നെ അനിത മുല്ല എങ്ങോട്ടു പോയി എന്ന സംശയമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. ബന്ധുക്കൾ സംശയം പറഞ്ഞ ധാരാളം പേരെ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അവരിൽ നിന്ന് ഒരു ഉത്തരവും ലഭിച്ചില്ല. അങ്ങനെയിരിക്കെ അനിത മുല്ലയുടെ ലാൻഡ് ഫോണിന്റെ കോൾ ഹിസ്റ്ററി പോലീസ് എടുക്കുന്നു. BSNL നിന്നും എടുത്ത ഈ കോൾ ഹിസ്റ്ററി അനിത മുല്ലയുടെ വീട്ടുകാർക്ക് ഒന്നും പരിചയമില്ലാത്ത ഒരു നമ്പർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. രാത്രികാലങ്ങളിൽ ഈ ഫോണിൽ നിന്ന് കോളുകൾ പോയിരിക്കുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നു. അത് അന്വേഷിച്ചെത്തുന്നത് മടിക്കേരിയിലുള്ള ഒരു ശ്രീധരന്റെ അടുത്തേക്കാണ്. യുവാവിന്റെ അടുത്തെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ സിം തന്റെ പേരിലുള്ളത് തന്നെയാണ്. ഈ സിം ഉപയോഗിക്കുന്നത് എന്റെ സഹോദരി കാവേരിയാണ്. എന്റെ സഹോദരിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസം 25-ാം തീയതി എന്റെ കുടുംബം മടിക്കേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടെന്ന് ശ്രീധരൻ ഉദ്യോഗസ്ഥരോട് പറയുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ മടിക്കേരി പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷിക്കുന്നു. ഇങ്ങനെയൊരു യുവതി മിസ്സിംഗ് ആണെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നു. ഈ കാവേരിയുടെ ഫോണിൽ നിന്ന് വന്ന കോൾ എവിടെ നിന്ന് വന്നതാണെന്ന് പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷിച്ചു പോകുന്തോറും ലിസ്റ്റ് വലുതാകുന്നു. പോലീസ് ഞെട്ടിപ്പോയി. ഇനിയും കൂടുതൽ പെൺകുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നു. ഒന്നുകിൽ ഇതൊരു പെൺവാണിഭ സംഘം, അല്ലെങ്കിൽ സീരിയൽ കില്ലർ ആകാം. അതിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രഗുപ്ത കർണാടക സർക്കാരിനോട് തങ്ങൾക്ക് പ്രഗത്ഭരായ സൈബർ ടീമിന്റെ സഹായം ആവശ്യമാണെന്ന് അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പരിഗണിച്ച സർക്കാർ സൈബറിന്റെ പുതിയ ടീമിനെ രൂപീകരിച്ചു.
അവർ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് പോലീസിന്റെ പക്കലുള്ള കാണാതായ പെൺകുട്ടികളുടെ എല്ലാ ഫോൺ നമ്പറുകളും ഒരു തവണയെങ്കിലും ദല്ലക്കട്ടയിൽ ഓണായിട്ടുണ്ട് എന്നതായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലായിരുന്നു. ഈ കേസിനും ദല്ലക്കട്ട എന്ന് പറയുന്ന ഗ്രാമത്തിനും എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നു. പെൺവാണിഭ സംഘം ആയിരിക്കാമെന്ന് തന്നെ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു. പെൺവാണിഭ സംഘത്തിൽ നേരത്തെ ഉൾപ്പെട്ട എല്ലാവരെയും വിളിച്ചു വരുത്തി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനായില്ല. ചോദ്യം ചെയ്യൽ തുടരുമ്പോൾ രണ്ടാമതൊരു വിവരം കൂടി പോലീസ് സൈബർ ടീമിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്നു. ഇപ്പോൾ കാവേരിയുടെ ഫോൺ ദല്ലക്കട്ടയിൽ ഓണായിട്ടുണ്ട്. അങ്ങനെ പോലീസ് വീണ്ടും ദല്ലക്കട്ടയിൽ പാഞ്ഞെത്തുന്നു. അവിടെ ധനുഷ് എന്ന 16 വയസ്സുകാരന്റെ അടുത്തേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. ഈ ധനുഷ് എന്ന കുട്ടിക്ക് കാണാതായ ഒരു ഒറ്റ പെൺകുട്ടിയെ പോലും അറിയില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. പിന്നീട് ഉദ്യോഗസ്ഥർ ധനുഷിനോട് നിനക്ക് ഈ ഫോൺ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നു. കുട്ടി പറഞ്ഞു, ഇത് എന്റെ അമ്മാവൻ മോഹൻ മാസ്റ്റർ തന്നതാണെന്ന്. തുടർന്ന് വളരെ സൈലന്റായി അന്വേഷണ ഉദ്യോഗസ്ഥർ മോഹൻകുമാറിന്റെ അരികിലെത്തി അയാളെ പിടികൂടി ചോദ്യം ചെയ്തു. അവസാനം അയാൾ കുറ്റം സമ്മതിച്ചു. പോലീസിന്റെ ലിസ്റ്റിൽ 21 പേരായിരുന്നെങ്കിൽ മോഹൻകുമാർ 32 പേരെ താൻ കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ചു. പോലീസ് വീണ്ടും ആകെ അങ്കലാപ്പിലായി. പോലീസ് ബാക്കിയുള്ള തെളിവുകൾ കൂടി അന്വേഷിച്ചു. തൊട്ടടുത്ത ദിവസം കർണാടകയിലെ പത്രങ്ങൾ വാർത്ത പുറത്തുവിട്ടു. വളരെ സീക്രട്ടായ ഈ വിഷയം എങ്ങനെ പുറത്തായി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഞെട്ടലുണ്ടാക്കി. അങ്ങനെ മോഹൻകുമാറിന്റെ പേരിൽ 21 എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ബാക്കിയുള്ള സ്ത്രീകളെ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. മോഹൻകുമാറിനെ പിടിക്കാനുള്ള തെളിവായി മാറിയത് പ്രധാനപ്പെട്ട സാക്ഷിയായ പൗർണമിയുടെ കുടുംബമാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്തുള്ള സംഗീത അധ്യാപികയാണ് പൗർണമി. പൗർണമി മോഹൻകുമാറിന്റെ 20ാമത്തെ ഇരയായിരുന്നു. പൗർണമിയെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. പൗർണമിയോട് താൻ കർണാടക ഫോറസ്റ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പൗർണമിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇത് വിശ്വസിച്ച പൗർണമി ഇയാളുമായി പ്രണയത്തിലായി. പൗർണമിയുടെ നിർബന്ധപ്രകാരം ഇയാൾ പൗർണമിയുടെ വീട്ടുകാരോട് പെണ്ണു ചോദിക്കാൻ എത്തി. മോഹൻകുമാർ നേരിട്ടെത്തിയത് കൊണ്ട് തന്നെ പൗർണമിയുടെ വീട്ടുകാർക്ക് മോഹൻകുമാറിനെ നേരിട്ട് കണ്ട് അറിയാൻ സാധിച്ചു. അവർ കോടതിയിൽ വെച്ച് സൈനൈഡ് മോഹനെ തിരിച്ചറിഞ്ഞു. ഇത് പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറി. അന്ന് വിവാഹാലോചനയുമായി ചെന്നെത്തിയ മോഹൻകുമാറിന് വിവാഹം ചെയ്തു കൊടുക്കാൻ പൗർണമിയുടെ വീട്ടുകാർ തയ്യാറായില്ല. ഒടുവിൽ മോഹൻകുമാറിന്റെ നിർബന്ധത്തിന് വഴങ്ങി ബംഗളൂരുവിലെത്തിയ പൗർണമി അവിടെ ഒരു ഹോട്ടലിൽ ഒരുമിച്ച് താമസിക്കുകയും പിറ്റേ ദിവസം ബസ് സ്റ്റാൻഡിൽ വെച്ച് സയനൈഡ് കൊടുക്കുകയും ടോയ്ലറ്റിൽ വെച്ച് പൗർണമി മരണപ്പെടുകയും ചെയ്തു. അന്ന് തന്നെ കുടുംബം സംശയം പ്രകടിപ്പിക്കുകയും ഇയാൾക്കെതിരെ കുടുംബം പരാതിപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ഇയാൾ പിടിക്കപ്പെട്ടതിനു ശേഷം സാക്ഷി പറയാൻ ഇവർ എത്തുകയും ചെയ്തു. രണ്ടാമത്തെ തെളിവായിരുന്നു ധനുഷ് എന്ന 16 വയസ്സുകാരൻ. ധനുഷ് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം കോടതിയിൽ തുറന്നു പറഞ്ഞിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം കോടതിയിൽ എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞു. ഇതിൽ ഏതാനും കേസുകൾ ഇയാൾക്കെതിരെ വധശിക്ഷയും ചില കേസുകൾ ജീവപര്യന്തവുമാണ് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേക കോടതിയിൽ സൈനൈഡ് മോഹനൻ തന്നെയാണ് കേസ് വാദിക്കുന്നത്. ഇയാൾ കോടതിയിൽ വാദിക്കുന്നത് യുവതികളെല്ലാവരും തനിക്കൊപ്പം വന്നിട്ടുണ്ട്, പക്ഷെ തന്നോടുള്ള ജീവിതം അടുത്ത് അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന വാദമാണ് ഇയാൾ കോടതിയിൽ ഉന്നയിച്ചത്. ആ വാദം മുഖവിലക്കെടുക്കാൻ കോടതി തയ്യാറായില്ല. ഈ ഒരു കഥയുമായി ബന്ധപ്പെട്ട് ഒരു മൂവി പുറത്തിറങ്ങിയിരുന്നു. മമ്മൂട്ടി നായകനായി അഭിനയിച്ച കളങ്കാവൽ ആയിരുന്നു ആ മൂവി. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ആവേശകരമായ കഥകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.